ശ്രീ രാജു പി നായർ, അങ്ങേക്കറിയാവുന്ന പോലെ ഇ ഡി ഇപ്പോൾ അന്വേഷണം വീണ തൈക്കണ്ണിയിലേക്കാണ് നീക്കിയിരിക്കുന്നത്. അത് വീണയുടെ പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും പോകുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ ചില ബിസിനസ്സുകാരിലേക്കും ആ അന്വേഷണം നീങ്ങുന്നു. അതൊരു ഹവാല ഇടപാട് എന്നാണ് ഈ വാർത്താക്കുറിപ്പിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഈ ഹവാല ഇടപാട് എന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നത് ഈ സുഹൃത്തുക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇ ഡിയെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ തള്ളിപ്പറയുകയും ചില ഘട്ടങ്ങളിൽ നിങ്ങൾ ഇ ഡി വരട്ടെ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തെ ഇപ്പോൾ എങ്ങനെ കാണും? സ്മൃതി, നമ്മൾ ഇ ഡിക്കോ സി ബി ഐക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി ആണെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയും നമ്മൾ പരിപൂർണമായി വിശ്വാസത്തിലെടുത്തോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുത്തോ അല്ല ചെയ്തത്. മറിച്ച് ഒരു കേസുണ്ടായി, ആ കേസിനകത്തുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളോ ആ വ്യക്തികൾ അതിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ ആ നേതാക്കന്മാരുടെ പാർട്ടിയോ ആ വരുന്ന വിവരങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രാഷ്ട്രീയമായി വ്യക്തത വരുത്തും, പ്രതിരോധിക്കും. ഇല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും നാഷണൽ ഹെറാൾഡ് കേസ് വന്നു. കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസ് രാഷ്ട്രീയമായ പ്രതിരോധം ഉയർത്തി. അതേസമയം തന്നെ വേട്ടയാടുകയാണ് എന്നുള്ളത് ഉദ്ദേശിച്ചു. അതേസമയം തന്നെ യങ് ഇന്ത്യയെ സംബന്ധിച്ചും അസോസിയേറ്റഡ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളതും അത് ആ കേസിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നും വസ്തുത എന്താണെന്നും ഞങ്ങൾ ജനങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്. അല്ലാണ്ട് നമുക്കിപ്പോൾ എക്കണോമിക് ഒഫൻസ് അന്വേഷിക്കാൻ ഈ രാജ്യത്ത് നിന്ന് വ്യവസ്ഥാപിതമായിട്ടുള്ള അന്വേഷണ ഏജൻസി ഇ ഡി ആണ്. അതുകൊണ്ട് ഇ ഡി ബി ജെ പിയുടെ കയ്യിലാതിരിക്കുന്നതുകൊണ്ട് രാജ്യത്ത് ഒരിടത്തും എക്കണോമിക് ഒഫൻസ് ഇ ഡി അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതും അവരന്വേഷിച്ചാലെല്ലാം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വരുത്തി തീർക്കലല്ലോ പറയേണ്ടത്. നമ്മളവിടെ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ വസ്തുതയ്ക്കനുസരിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കും. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഏകദേശം 3 വർഷമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യാം. ഈ നിമിഷം വരെ ഈ കേസിന് ആധാരമായിട്ടുള്ള ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ അവരുടെ ഇതിനകത്തുള്ള ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ളതിന് ഇതുവരെ കേരളത്തിൽ CPM-നോ ഒരാൾക്കും വ്യക്തത വരുത്താൻ പറ്റിയിട്ടില്ല. ഒരിക്കൽ നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള അരുൺ അത് പറഞ്ഞു കുടുങ്ങിയതുമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് വരെ ഒരാൾക്കും വ്യക്തത വരുത്താൻ കഴിയാത്ത ഈ കേസിന്റെ ക്രക്സ് എന്ന് പറയുന്നത് യാതൊരു സേവനവും കൊടുക്കാതെ പണം കൈപ്പറ്റിയതാണ് ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായ ചോദ്യത്തിന് CPM-ഉം അല്ലെങ്കിൽ വീണ വിജയൻ അതിന് വ്യക്തത വരുത്തണം. 1. 2, ഇവരുണ്ടാക്കിയ പ്രതിരോധം മുഴുവൻ നുണയിൽ കെട്ടിപ്പൊക്കിയതാണ്. കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം മുഖ്യമന്ത്രി സതീശനും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും മുഴുവൻ നുണയനാണ് എന്ന് ഏറ്റവും കൂടുതൽ സ്ഥാപിക്കാൻ നടക്കുകയാണ്. ആരാണ് പറയുന്നത്? ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് എൻ്റെ മകൾ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഉണ്ടാക്കിയ കമ്പനിയാണ്, ദാ ഈ കൈകൾ ശുദ്ധമാണ് കേട്ടോ എന്ന് നിയമസഭയിൽ നിന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നല്ലോ. ആ അച്ഛന് കൈ ഉയർത്തി പറഞ്ഞപ്പോൾ പറയുന്നില്ല എൻ്റെ മക്കൾ ഇത് മാത്രമല്ല പെൻഷൻ കാശിന്റെ കുറച്ചുകൂടി ബാക്കിയുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞില്ലല്ലോ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി എൻ്റെ മകളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ദാ അമ്മയുടെ പെൻഷൻ കാശ് കിട്ടിയപ്പോൾ പകുതി അങ്ങോട്ടും പകുതി ലേക്കറിലേക്കുമാണ് കൊടുത്തത്, ദാ എൻ്റെ കൈകൾ ശുദ്ധമാണല്ലോ എന്ന് പറയാറുന്നല്ലോ. അപ്പോ നുണകളിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് CPM-ന്റെ പ്രതിരോധം മുഴുവൻ. മൂന്നാമത്തെ കാര്യം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതും കൂട്ടിവെച്ച് പറയുകയാണ്. CPM-ന്റെ നിലപാട് എന്താണ്? ആദ്യം ഈ കേസ് വന്നപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇല്ലേ? CPM-ന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി. അത് കഴിഞ്ഞ് കേസ് ബലം പിടിച്ചോ പറഞ്ഞു ഇല്ല, ഇത് വ്യക്തികൾ തമ്മിലുള്ളതാണ്, അതുകൊണ്ട് വ്യക്തിയായിട്ട് അത് വീണ കൈകാര്യം ചെയ്തോളും, അത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, വ്യക്തിയായിട്ട് മാറി. പിന്നെ റെയ്ഡ് നടന്നപ്പോഴത്തേക്ക് അവര് വന്ന് CPM-ന്റെ ഏറ്റവും ഉന്നത നേതൃത്വം വരെ MV ഗോവിന്ദൻ വരെ വന്ന് തറയിലിരുന്ന് റോഡിലിരുന്ന് പ്രതിരോധം സൃഷ്ടിച്ചു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, അവരുടെ കാറുകൾ അടിച്ചു തകർത്തു. MA ബേബി ഡൽഹിയിലും പ്രതിഷേധം നടത്തി. അപ്പൊ അത് പാർട്ടിയുടെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ല, പാർട്ടിയല്ല, കല്ലെറിഞ്ഞതും ആക്രമിച്ചതൊന്നും ശരിയല്ല, അതുകൊണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത് റെയ്ഡ് നടന്നപ്പോൾ പ്രതിരോധവും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇപ്പം മിനിഞ്ഞാന്ന് കോഴിക്കോട് റെയ്ഡ് നടന്നു. പാർട്ടിയുടെ യാതൊരു പ്രതിരോധവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ റെയ്ഡ് ചെയ്യപ്പെട്ടവർ റിയാസിന്റെ അടുത്ത ബന്ധുക്കളാണെന്നുള്ളത്, സുഹൃത്തുക്കളാണെന്നുള്ളതും അത് വീണയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നാണെന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ റിയാസ് വന്നിട്ട് പറഞ്ഞു ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് CPM എടുക്കുന്ന നിലപാട് എന്താ? ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമായിട്ട് മാറി. എന്താണ് CPM-ന്റെ നിലപാട്?
ശരി. വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ 2 കമ്പനി, ഒന്ന് എക്സാലോജിക്കും 2 ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം അത് വീണ വിജയന്റെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ എന്തിനാണ് പാർട്ടി പല നിലപാടുകൾ എടുക്കുന്നത്? അപ്പൊ പാർട്ടിക്ക് വ്യക്തതയില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് ചെന്നെത്തിപ്പെടാൻ പോകുന്നത് എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം റിയാസും വീണയും കൂടിയാണ് സിം കാർഡ് എടുപ്പിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊഴി, നന്ദുലാലിന്റെ മൊഴി, റിയാസും വീണയും കൂടിയാണ്. അപ്പോൾ ഈ ഹവാല ഇടപാട് ഉൾപ്പെടെ മുഴുവൻ ഈ സാമ്പത്തിക കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് റിയാസിന്റെ കൂടി അറിവോടുകൂടിയാണ് എന്ന് വരുമ്പോൾ ഇത് ശരിയായ കേന്ദ്രത്തിലേക്ക് ഇതിനെല്ലാത്തിനും അധികാര ദുർവിനിയോഗം നടത്തിയ കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ CPM വീണ്ടും നിലപാട് മാറ്റുകയാണ്. അത് സംശയാസ്പദമാണ്. അങ്ങനെയെങ്കിൽ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കേസന്വേഷണമാണ് ഈ പറയുന്ന വീണയുടെ കാര്യം. ബാക്കിയുള്ളവരിലേക്കും ഈ പണം കൈപ്പറ്റിയ സീമാറിൽ നിന്ന് പണം കൈപ്പറ്റിയ ബാക്കിയുള്ളവരിലേക്കും അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ടല്ലോ. ഈ ചുരുക്കപ്പേരുകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ചുരുക്കപ്പേരുകളുമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിലേക്ക് കൂടിയ അന്വേഷണം അടുത്ത ഘട്ടത്തിൽ വരും. ശ്രീ രാജു പി നായർ 100% സ്വാഗതം ചെയ്യുന്നു. 100% ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ. ഏത് അന്വേഷണവും നടക്കട്ടെ. ശ്രീ ജയേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതാണല്ലോ പലരിൽ ഒരാളാണ് വീണ. എന്റെ തിരിച്ചുള്ള ചോദ്യം, പലരിൽ ഒരാളാണ് വീണയെങ്കിൽ, വീണയല്ല ഇതിനകത്തുള്ള പ്രശ്നമെങ്കിൽ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ ഉണ്ട്, മറ്റ് ഒട്ടേറെ കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇല്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞു അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. AG എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരുണ്ടായിരുന്നു. പോലീസിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ അല്ലെങ്കിൽ ഇനി അരുൺ പറയാൻ പോകുന്ന വാദം ഇതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നിങ്ങൾ ശുപാർശ ചെയ്തില്ല, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയില്ല? പകരം കോടതിയിൽ പോയപ്പോൾ പോലും ആ വിജിലൻസ് അന്വേഷണത്തെ ഇല്ലാതെയാക്കാനല്ലേ ശ്രമിച്ചത്? പലരിലാണ് വീണയുണ്ട്, വീണയ്ക്ക് ഭയക്കാൻ ഒന്നുമില്ല. പലരിലാണ് എന്തുകൊണ്ട് അന്വേഷണം വിജിലൻസ് നടത്തിയില്ല? ഒരാളുടെ പുറകെ പോകണ്ടല്ലോ. പിണറായി വിജയൻ സർക്കാരിന് നേരിട്ട് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. ആ അന്വേഷണം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.